അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൊരു വാക്കിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ചിലർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു, അവരുടെ അവസാനം നാശം. പ്രിയ സഹോദരങ്ങളെ, ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? നമുക്ക് അതിനെക്കുറിച്ച് ദൈവവചനം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം. ഇത് ചിന്തിക്കുന്നതിന് മുമ്പായി ഞാൻ മനുഷ്യ ലോകത്തെയും 3 വിഭാഗങ്ങളായി തിരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ശീതവാന്മാർ, ഉഷ്ണവാന്മാർ, ശീതോഷ്ണവാന്മാർ. ശീതവാന്മാരുണ്ട്, ഉഷ്ണവാന്മാരുണ്ട്, ശീതോഷ്ണവാന്മാരുണ്ട്. 3 പേരോടുമുള്ള ദൈവത്തിൻ്റെ ഹിതവും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യവർഗത്തെ ഞാൻ 3ആയി തിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോട് ചേർന്ന് നിന്ന്, യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ മാത്രം നിന്ന്, യേശുക്രിസ്തുവിനെ മാത്രം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് യേശുക്രിസ്തുവിനോട് പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വേറൊരു കൂട്ടർ യേശുക്രിസ്തുവിനെയും വേണം, അപ്പോൾ തന്നെ ലോകവും വേണം, ലോകത്തിൻ്റെ മഹത്വവും വേണം, ഇത് രണ്ടും വേണം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുകയും വേണം. യേശുക്രിസ്തുവിനെയും വേണം, ലോകവും വേണമെന്ന് പറയുന്ന രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർ യേശുക്രിസ്തുവിനെ വേണ്ട, സുവിശേഷവും വേണ്ട, ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മാർഗവും വേണ്ട എന്ന് പറയുന്ന മൂന്നാമതൊരു കൂട്ടർ. ഇങ്ങനെ 3 കൂട്ടർ. ഇതിൽ ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ പറയുന്ന അധ്യായം, അതായത് 3-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അരുതാത്തത് ഉപദേശിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ, നായ്ക്കളെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ എന്നൊക്കെ പറഞ്ഞാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം വരുമ്പോഴാണ് പറഞ്ഞത് ക്രൂശിൻ്റെ ശത്രുക്കളാണ്, ചിലർ ക്രൂശിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികളോട്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും, മക്കളെ, ആരാ ഈ നിങ്ങളുടെ ശത്രുക്കളാരാ? ഈ സുവിശേഷത്തിൻ്റെ ശത്രുക്കളാരാ? അഥവാ ക്രിസ്തുവിൻ്റെ ശത്രുക്കളാരാ? ക്രൂശിൻ്റെ ശത്രുക്കളാരാ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും ഉപദേഷ്ടാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ പറയാൻ സാധ്യതയുള്ളത് അതിവിടുത്തെ BJPക്കാരാണ്, അതിവിടുത്തെ RSSകാരാണ്, അതിവിടുത്തെ ബജറംഗ് ദളുകാരാണ്, അതിവിടുത്തെ മുസ്ലിങ്ങളാണ്. കാരണം അവരാണ് ഈ ക്രൈസ്തവ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നതും ക്രൈസ്തവ ഉപദേശിമാരെ ഉപദ്രവിക്കുന്നതും ആരാധനയ്ക്ക് അവസരം കൊടുക്കാതെ ആരാധന നടത്തത്തില്ല, ആരാധനാലയങ്ങൾ തകർക്കുന്നതൊക്കെ അവരാണ്. അതുകൊണ്ട് അവരെയാണ് ഇവർ മിക്കവാറും ശത്രുക്കളായി കാണാൻ സാധ്യത. അവരാണ് ക്രിസ്ത്യാനികളെ ഒരുപാട് ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലോകം നിങ്ങളെ ഉപദ്രവിക്കും, എൻ്റെ നാമനിമിത്തം പലരും നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ കൊല്ലും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, പക്ഷെ നിങ്ങളവരെ ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെ ഭയപ്പെടണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ദേഹത്തെ കൊന്നിട്ട് ദേഹി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ട. അഥവാ സുവിശേഷം പറയുന്നു എന്ന പേരിൽ നിന്നെ കൊല്ലാൻ വരുന്നവരെ നീ ഭയപ്പെടേണ്ടതില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്നാൽ അപ്പോൾ തന്നെ യേശുക്രിസ്തു മറ്റൊരു കാര്യം പറയുന്നു, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ഞാനാണ് ക്രിസ്തു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ നിങ്ങൾ സൂക്ഷിപ്പീൻ. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ആരെയാണ്? സൂക്ഷിക്കേണ്ടത് നിശ്ചയമായും ശത്രുവിനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശത്രു ആരാണ്? ശത്രു നമ്മളെ കൊല്ലാൻ വരുന്ന ആളുകളാണോ? യേശുക്രിസ്തു പറയുന്നു, അവരറിവില്ലായ്മ നിമിത്തമാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ അവർക്കൊന്നും ചെയ്യാനാവില്ല. പക്ഷേ നിങ്ങളെ നശിപ്പിച്ച് കളയാൻ സാധ്യതയുള്ള ഒരു കൂട്ടരുണ്ട്, അവർ ദുരുപദേഷ്ടാക്കന്മാരാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിലത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരെ നിങ്ങൾ കൈക്കൊള്ളുന്നത് ആശ്ചര്യം. നിങ്ങൾ സൂക്ഷിക്കണം അവരെ. വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആകാത്ത വേലക്കാരാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നുണ്ട്. യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിനകത്ത് മായം ചേർത്തിട്ട് ആ സുവിശേഷത്തിൻ്റെ തേജസ് തന്നെ നഷ്ടപ്പെടുത്തി ക്രിസ്തുവിൻ്റെ മാർഗത്തെ തന്നെ, ക്രിസ്തുവിലുള്ള പ്രത്യാശയെ തന്നെ വികലമാക്കിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെയും വഴിതെറ്റിച്ച് കളയുന്ന, തെറ്റായ ധാരയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ദുരുപദേഷ്ടാക്കന്മാർ തന്നെയാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ. ലോകത്ത് കർത്താവിൻ്റെ സുവിശേഷം വിശ്വസിച്ചവരെ, ക്രൂശിൻ്റെ മാർഗം പ്രസംഗിച്ചവരെ അനേകർ ഉപദ്രവിച്ചിട്ടുണ്ട്,
കൊന്നുകളഞ്ഞിട്ടുണ്ട്, ചുട്ടുകളഞ്ഞിട്ടുണ്ട്. സുവിശേഷം ഈ നാട്ടിൽ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്, നഗ്നരാക്കിയിട്ടുണ്ട്. എന്തിനേറെ തിരുവെഴുത്ത് തന്നെ പറയുന്നു, ചിലരെ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിപ്പിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ചരിത്രം പറയുന്നു മെഴുകുബന്ധങ്ങളായി കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും സുവിശേഷത്തിൻ്റെ മാർഗം തകർന്നു പോയിട്ടില്ല. അവിടെ നിന്നൊക്കെ സുവിശേഷം വളർന്നു. എന്തിന്? യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും മാത്രം ആരംഭിച്ച ഈ മാർഗം അന്നത്തെ റോമൻ ഭരണകൂടം വ്യാപിച്ചിട്ട് പോലും ഇല്ലാതാക്കി കളയാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെല്ലാ ഭരണകൂടങ്ങളും അതിന് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇല്ലാതായി പോയിട്ടില്ല. അടിക്കടി ഇത് വളർന്നിട്ടേ ഉള്ളൂ, അടിക്കടി ഇത് സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ സുവിശേഷം സകല കാതുകളിലും എത്തുകയാണ് ചെയ്തത്. ആരും കേൾക്കാതിരിക്കാൻ അമർച്ച ചെയ്യും തോറും അനേകർ കേൾക്കുന്ന നിലവാരത്തിലേക്ക് ഈ സുവിശേഷം ഘോഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സുവിശേഷത്തെ കൊല്ലാൻ വരുന്നവരോ, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരോ, സുവിശേഷത്തിന് നിരോധനം ഏർപ്പെടുത്താൻ വരുന്നവരോ ഒന്നും സുവിശേഷത്തിൻ്റെ ശത്രുക്കളല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ അവർ സുവിശേഷത്തെ വ്യാപിപ്പിക്കുവാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സുവിശേഷത്തിൻ്റെ തേജസ് ഇല്ലാതാക്കി, സുവിശേഷത്തിനകത്ത് വിഷം കലർത്തി സുവിശേഷത്തിൻ്റെ വക്താക്കളെ കുടിപ്പിച്ച് അവരെ ഇല്ലാതാക്കി കളയുന്ന തന്ത്രജ്ഞാനികളായിട്ടുള്ള ദുരുപദേഷ്ടാക്കന്മാർ, അവരാണ് ശത്രുക്കൾ. പിശാചിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി നിങ്ങളുടെ അടുക്കൽ വരും. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെളിച്ചത്തിൻ്റെ ദൂതുവാഹികൾ. വെളിച്ചത്തിൻ്റെ ദൂതുവാഹികളായി, ദുരുപദേഷ്ടാക്കന്മാരായി അവർ നിങ്ങളുടെ അടുക്കൽ. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെ ഒന്നാമത്. സുവിശേഷം എന്താണ് എന്ന് വളരെ കൃത്യമായി ബൈബിൾ പറയുന്നുണ്ട്. പക്ഷേ ആ സുവിശേഷത്തെ തന്നെ വഴിതെറ്റിച്ച് വികലമാക്കി പഠിപ്പിച്ച് സുവിശേഷം ഏറ്റെടുത്ത ആളുകളെ മറ്റൊരു മാർഗത്തിലേക്ക് തള്ളിവിടുന്ന കപട സുവിശേഷകരാണ് ഒന്നാമത്തെ ശത്രുക്കൾ. എന്താ സുവിശേഷം പറഞ്ഞത്? യേശുക്രിസ്തുവിൻ ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സുവിശേഷം. ശരിയാണ്, ഒട്ടുമിക്കവാറും പേര് അങ്ങനെയാണ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയുന്നതാണ് സുവിശേഷം ആണ്. പക്ഷേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ നിന്ന് എന്താണ് അറിയേണ്ടത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, സുവിശേഷം എന്ന് പറയുന്നത് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നതാണ്. പക്ഷേ നിലവിൽ ജീവനും അക്ഷയതയും മറച്ചു വെച്ചിട്ട് മറ്റെന്തൊക്കെയോ ആണ് സുവിശേഷമെന്ന് ധരിപ്പിക്കുന്നവരാണ് ഒന്നാമത്തെ ശത്രുക്കൾ. അഥവാ യേശുവിൽ വിശ്വസിക്കൂ, നിന്റെ കടബാധ്യത മാറും, നിന്റെ ബന്ധനം അഴിയും, രോഗം മാറും. രോഗം മാറുന്നതും രോഗം മാറ്റുന്നതും ബന്ധനം അഴിക്കുന്നതും കടങ്ങൾ വീട്ടി തരുന്നതും ദേശത്ത് മാനിക്കുന്നതും ദേശത്തുയർത്തുന്നതുമാണ് സുവിശേഷം. അതിനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് എന്ന തരത്തിൽ പഠിപ്പിക്കുന്നവരാണ് ഒന്നാമത്തെ ശത്രു. ദൈവവചനത്തെ വഴിതെറ്റിച്ച് കളയുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സുവിശേഷത്താൽ സകല മനുഷ്യരും സകല ജാതികളും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. അതാണ് ക്രിസ്തുമരണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് വികലമാക്കി ഇന്ന് സുവിശേഷം ഏറ്റെടുത്ത് വന്നിരിക്കുന്നവരുടെ ഇടയിൽ വിവിധ ജാതി, വിവിധ മതം, വിവിധ വർഗം, സമ്പന്നരുടെ ഒരു വിഭാഗം, ദരിദ്രരുടെ വേറൊരു വിഭാഗം, ദളിത് വിഭാഗക്കാരുടെ ക്രൈസ്തവ സമൂഹം വേറൊന്ന്, പിന്നെ സുറിയാനി ക്രൈസ്തവർ വേറൊന്ന്, ഇത്തരത്തിലാക്കി കളഞ്ഞിരിക്കുക. എന്നിട്ട് സുവിശേഷത്തെ വിഭാഗിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സുവിശേഷം എന്താണെന്ന് ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. സുവിശേഷം എല്ലാവരെയും ഒന്നാക്കി ഒരു ശരീരമാക്കി മാറ്റുന്ന, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി മാറ്റുന്നതാണ്. അവിടെ ജീവൻ വെളിപ്പെടും, യേശു വെളിപ്പെടണം. അക്ഷയത, ക്ഷയമില്ലാത്ത കാര്യങ്ങളിലായിരിക്കും അവരുടെ പ്രത്യാശ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സുവിശേഷത്തെ കുറിച്ച് പറയാൻ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ആ സുവിശേഷത്തിൻ്റെ തേജസ് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് മതമാക്കി തീർത്ത് മതപരിവർത്തനത്തിനുള്ളൊരു മാർഗമാക്കി മാറ്റി അനേക മതത്തിൽപ്പെട്ടവരെ തങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ആ മതത്തിൻ്റെ കുഴപ്പങ്ങളും കുറവുകളും പറയുകയും ഇതര മതസ്ഥരെ ആക്ഷേപിക്കുകയും അവരുടെ തെറ്റായ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൽ നിന്നൊക്കെ നീ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ നിൻ്റെ കടങ്ങൾ മാറും, നിൻ്റെ അസമാധാനം മാറും, നിൻ്റെ പ്രശ്നം മാറും എന്നൊക്കെ പറഞ്ഞ് ഈ തലത്തിലാണ് ഇതാണ് സുവിശേഷമെന്ന് ധരിപ്പിച്ച് പ്രസംഗിക്കുന്നവരാണ് ഒന്നാമത്തെ ശത്രുക്കൾ. ഇനി രണ്ടാമത്തെ ശത്രുക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തണം. ഈ സ്നാനപ്പെടുത്താൻ പോലും ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്ന മാർഗം അതിൽ നിന്ന് വ്യതിചലിച്ച് സ്നാനത്തെ പോലും തെറ്റായി പഠിപ്പിക്കുന്ന
ദുരുപദേഷ്ടാക്കന്മാർ. ആദ്യകാലങ്ങളിൽ എപ്പിസ്കോപ്പൽ സഭക്കാരായിരുന്നു. സ്നാനം വളരെ പ്രാധാന്യപ്പെട്ടതൊന്നാണ്. അത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്നാനമേക്കണം, സ്നാനമേറ്റില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന ധാരണയിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മാമോദീസ കൊടുത്തു. പക്ഷേ വേദപുസ്തകം പറയുന്നു കുഞ്ഞുങ്ങൾക്കല്ല, കുഞ്ഞുങ്ങൾക്ക് പാപമില്ല, ജന്മപാപം എന്ന് പറയുന്നത് അവസാനിച്ചു, അത് ക്രൂശിൽ പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ഏതു മനുഷ്യനിലും പാപം കണക്കിടപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് താൻ പാപിയാണെന്ന് തിരിച്ചറിവ് വന്നതിന് ശേഷം ആ പാപത്തിന് മോചകനായി നിൽക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന സത്യം തിരിച്ചറിയുകയും ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നവൻ വേണം സ്നാനമേൽക്കാൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, അതിന് വിരുദ്ധമായി യേശുവിനെ അറിയുന്നതിന് മുമ്പ്, സുവിശേഷം മനസ്സിലാക്കുന്നതിന് മുമ്പ്, താൻ പാപിയാണെന്ന സത്യം തിരിച്ചറിയുന്നതിന് മുമ്പ്, പാപമോചനത്തെപ്പറ്റി അറിയുന്നതിന് മുമ്പ്, ഒരു കുഞ്ഞ് ഒന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം അവൻ്റെ മേൽ സ്നാനം എന്ന് പറയുന്ന ആശയം വളച്ചൊടിച്ച് പഠിപ്പിച്ച് അവനെ മാമോദിസയായി മുക്കിപ്പോക്കുന്ന ആ തെറ്റായ ഉപദേഷ്ടാക്കന്മാരാണ്. അവരെ കൊണ്ട് മാത്രം കഴിഞ്ഞോ? അവർ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളാണ് ശരിയെന്ന് പറയുന്ന വേറൊരു വിഭാഗക്കാരുണ്ട്. അതായത് വിശ്വസിച്ച് വേണം സ്നാനമേക്കാൻ, സുവിശേഷം അറിയണം, വിശ്വസിക്കണം, ഏറ്റുപറയണം, എന്നിട്ട് സ്നാനമേക്കണം എന്ന് പറഞ്ഞ് കറക്റ്റ് വചനം അങ്ങനെ തന്നെ പറഞ്ഞ് സുവിശേഷം പറഞ്ഞ ആളുകളെ മാർഗത്തിൽ കൊണ്ടുവരികയും, എന്നാൽ വന്നവരോട് വെയിറ്റ്, ഇങ്ങനെയല്ല, ഇനി ഇത്തിരിയോടെ ഉണ്ട്, നീ നന്നായി വചനം പഠിക്കണം കേട്ടോ, വചനം പഠിച്ചിട്ട് വേണം സ്നാനപ്പെടാൻ, വന്നാൽ ഉടനെ സ്നാനപ്പെടരുത് എന്ന് പറഞ്ഞ് ഇതിനെ മറ്റൊരു തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചു പഠിപ്പിക്കുന്ന പെന്തക്കോസ്ത് പാസന്മാരും ദുരുപദേഷ്ടാക്കന്മാർ തന്നെയല്ലേ. സ്നാനത്തെ അങ്ങനെ വളച്ചൊടിച്ചാലും ഇങ്ങനെ വളച്ചൊടിച്ചാലും വളച്ചൊടിച്ചത് തന്നെയാണ്. സ്നാനത്തിനുള്ള ഏക യോഗ്യത എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. ദൈവവചനം പൂർണ്ണമായി പഠിച്ച് ഉറപ്പിക്കൽ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നിടത്താണ് അവന് മാനസാന്തരം ഉണ്ടാകുന്നത്. അവൻ യേശുവിനെ അറിയുമ്പോൾ അവൻ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഏത് വ്യക്തിക്കും സ്നാനം നൽകാം, അതാർക്കും നൽകാം. സ്നാനപ്പെട്ട ഏതൊരു ശിഷ്യനും വേറൊരാളെ സ്നാനപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും സ്നാനപ്പെടുത്താൻ പാടില്ല. അതിന് പ്രത്യേക ഓർഡിനേഷനുള്ളവർ മാത്രമേ പെടുത്താവൂ. മാത്രമല്ല സ്നാനം പെട്ടെന്ന് കൊടുക്കാൻ പാടില്ല. അത് നാട്ടുകാരെയൊക്കെ വിളിച്ചറിയിച്ച് സഭയിലൊക്കെ പ്രാർത്ഥിച്ച് 3 ദിവസം ഉപവസിച്ച് അങ്ങനെ ഇച്ചിരി സാമ്പത്തിക ചിലവൊക്കെ വരുത്തി അതൊരാചാരമായി ഒരാഘോഷമായി ഒക്കെ നടത്തണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും ഈ ഉപദേശത്തിനകത്ത് വെള്ളം കയറ്റലല്ലേ. അവരെയും സൂക്ഷിച്ചു കൊള്ളുക. ഇനി വേറൊരു കാര്യം കൂടി പറയാം. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, അവരുടെ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിന് വിരുദ്ധമായി പഠിപ്പിച്ചാലോ അവനും ക്രൂശിൻ്റെ ശത്രുവാകും. എന്താ കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം. അപ്പോൾ സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ എന്താ പഠിപ്പിക്കേണ്ടത്? യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളാണ്. എങ്ങനെ പഠിപ്പിക്കണം? അവർ അറിവിലേക്ക് പഠിപ്പിക്കുകയല്ല, അവർ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണം. അവർ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യരാക്കണം. എവിടെയാണിത് നടക്കുന്നത്? സ്നാനപ്പെട്ട വ്യക്തികളോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് എത്ര നാളായി? ഇത്ര വർഷമായി. നിങ്ങൾ പെന്തക്കോസ്തലായിട്ട് ഇത്ര വർഷമായി. നിങ്ങളിവിടെ വന്നിട്ട് എന്തു പഠിച്ചു? അവർ പറഞ്ഞു, ഞങ്ങളിപ്പോഴാണ് ആരാധിക്കാൻ പഠിച്ചത്, ഞങ്ങൾ പ്രാർത്ഥിച്ചു വിടുതൽ ഏറ്റെടുക്കാൻ പഠിച്ചു. യേശു ഇതുവല്ലതും പഠിപ്പിച്ചായിരുന്നു? ആരാധിക്കാൻ പഠിപ്പിച്ചായിരുന്നു? ആരാധിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആരാധിക്കാനല്ല യേശു പഠിപ്പിച്ചത്. ആണോ? യേശു എവിടെയെങ്കിലും ആരാധിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ ആരാധന എന്നൊക്കെ പൗലോസ് പിന്നീട് പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇന്നത്തെ പലരും ആരാധനയെന്ന് പഠിപ്പിക്കുന്നതിന്. എന്താ ആരാധനയെന്ന് ചോദിച്ചാൽ പോലും വേദപുസ്തകത്തിലൊരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആരാധന എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ല പലർക്കും. വേറെ എന്തൊക്കെയോ ആണ് ആരാധനയെന്ന് പറഞ്ഞുകൊണ്ട് ജാതികളോട്, ലോകമനുഷ്യരോട്, ലോകമതസ്ഥരോട് അനുരൂപപ്പെട്ടുകൊണ്ട് തുള്ളിച്ചാടുന്നത് ആരാധന എന്നുള്ള തലത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി. ആര്? അവരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ശിഷ്യൻ ഇന്ന് പല ക്രൈസ്തവനും അറിഞ്ഞുകൂടെ. എന്താ യേശു പഠിപ്പിച്ചതെന്ന്? നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവന് ആഹാരം കൊടുക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, നിൻ്റെ ഉടുപ്പ് അപഹരിക്കാൻ വരുന്നവന് പുതപ്പ് വിട്ടു കൊടുക്കണം. ഇന്നെന്താ സ്ഥിതി? ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഉറക്കെ നമുക്കെതിരെ സംസാരിച്ചാൽ, നമ്മുടെ കൂട്ടായ്മയ്ക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ, ആരാധന നടത്താൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സംഘടിക്കുക, അവിടെ പ്രതിഷേധിക്കുക, അവിടെ വെല്ലുവിളിക്കുക, ഞങ്ങൾ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമരത്തിന് തയ്യാറാകുക, അവർക്കെതിരെ പ്രാർത്ഥിക്കുക. ആ തലത്തിലേക്ക് കൊണ്ടുപോയി ക്രൈസ്തവ സമൂഹത്തെ. വാസ്തവത്തിൽ ക്രൈസ്തവൻ എങ്ങനെയാണ് പോകേണ്ടത്? ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്?
അവൻ ശത്രുവിനെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, ചോദിക്കുന്ന ഏവനും കൊടുക്കണം, പുതപ്പുപകരിക്കാൻ വരുന്നവൻ ഉടുപ്പൂടെ വിട്ടുകൊടുക്കാൻ മനസ്സുള്ളവനാകണം. ഇങ്ങനെ യേശു പഠിപ്പിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് തെരുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനാകരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പഠിപ്പിക്കാതെ വല്ലപ്പോഴും പറയുന്നില്ലെന്നല്ല, വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ ഒട്ടുമിക്കവാറും കൂട്ടായ്മകളിൽ കണ്ടുവരുന്നത് അതല്ല. ഞായറാഴ്ചകളിൽ അവരൊരുമിച്ച് കൂടിയിട്ട് അവിടെ നടക്കുന്ന 2 മണിക്കൂറോ 2.5 മണിക്കൂറോ അവരൊരുമിച്ച് കൂടി അവിടെ നടത്തുന്ന ക്രിയകൾ പരിശോധിച്ചാൽ അതിനകത്ത് എത്ര സമയം യേശു പഠിപ്പിച്ച കാര്യങ്ങൾ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കേണ്ടതിനായി അതിൻ്റെ ഉപദേഷ്ടാക്കന്മാർ ശ്രമിച്ചു എന്നൊരു പരിശോധന നടത്തിയാൽ മിക്കയിടത്തും വലിയൊരു വട്ടപൂജ്യമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ക്രൂശിൻ്റെ ശത്രുക്കളെ തിരിച്ചറിയുന്നുണ്ടോ? ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പാകുന്നു. സുവിശേഷത്തിലൊരു വാക്യമാണ്, അതെവിടാന്ന് പോലും പലർക്കും അറിയത്തില്ല. പക്ഷേ എന്താ ഇവിടുത്തെ ക്രൈസ്തവൻ്റെ ധാരണ? മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ നിലവാരത്തിൽ നിന്നെ ആക്കി തീർത്ത് ദൈവം നിന്നെ മാനിക്കും. അപ്പം മനുഷ്യരുടെ ഇടയിൽ ഉന്നതമാക്കുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുക. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അറപ്പാണെന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് ഓർത്തോണം. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? സുവിശേഷം പ്രസംഗിക്കരുതെന്ന് പറയുന്നവരാണോ? അതോ സുവിശേഷത്തിൻ്റെ തേജസ്സിൽ നിന്ന് വ്യതിചലിപ്പിച്ച് വേറെ എന്തൊക്കെയോ ആണ് ക്രൈസ്തവ മാർഗമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണോ? ഈ ലോകത്തിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പഠിപ്പിക്കുമ്പോൾ ഈ ലോക വിഷയങ്ങൾ മാത്രം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് അവരെ ആക്കി തീർക്കുന്ന ആരാ ക്രൂശിൻ്റെ ശത്രുക്കൾ? എന്തുണ്ടും എന്തൊടുക്കുമെന്നുള്ള കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. ജീവനായിക്കൊണ്ടും ഉടുപ്പിനായിക്കൊണ്ടും ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവനും ഈ ലോക ജീവിതത്തിലെ വിഷയങ്ങളല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യകത, ഭക്ഷണം, ജോലി, നല്ല പണം, ആരോഗ്യം, സൗഖ്യം, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ? മനുഷ്യരുടെ ഇടയിൽ മാന്യമായ ജീവിത നിലവാരം, ഇതൊക്കെയല്ലേ പ്രാർത്ഥനാ വിഷയങ്ങൾ? ഇവ പ്രാർത്ഥിക്കരുത്, ഇവയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു കൂട്ടരിയിരിക്കുന്നു. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? യേശു കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മാത്രയിൽ തങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുകയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സുപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിപ്പീൻ. വേറെ ആരാണ്ടോടൊക്കെ പ്രാർത്ഥിക്കുക. വേറെ ആരാണ്ടോടൊക്കെയാണ് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത്. ഒരു കൂട്ടർ മരിച്ചുപോയ ആളുകളെ വിശുദ്ധരായി എണ്ണി അവരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. എനിക്ക് ഇന്ന വിഷയങ്ങളുണ്ട്, പിതാവിനോട് കർത്താവിനോട് പറഞ്ഞ് എനിക്കൊന്ന് സാധിപ്പിച്ചു തരണേ പുണ്യാളച്ച എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ മരിച്ചുപോയവരുടെ കല്ലറയിലേക്ക് ഓടുമ്പോൾ വേറൊരു കൂട്ടർ ജീവിച്ചിരിക്കുന്നവരെ പുണ്യവാളന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരിയ്ക്കുന്ന ഇടത്തേക്ക് കോട്ടയത്ത് ആലപ്പുഴയെങ്കിൽ ആലപ്പുഴ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടർ മരിച്ചവരെ പുണ്യവാളന്മാരാക്കി തങ്ങളുടെ ആവശ്യങ്ങളെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ദൈവത്തിൽ നിന്ന് സാധിപ്പിച്ചെടുക്കാൻ ബന്ധപ്പെടുന്നു, അതിന് പണവും കൊടുക്കുന്നു. വേറൊരു കൂട്ടർ ജീവിച്ചിരിക്കുക തന്നെ സ്വയം പുണ്യവാളന്മാരയച്ചോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ വിടുതലേറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഒരു കൂട്ടർ നിൽക്കുന്നു. അവിടേക്ക് ജനം ഒഴുകുന്നു, പണം കൊടുക്കുന്നു, അവരിവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, പ്രാർത്ഥിച്ച് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, പകരം പണം വാങ്ങുന്നു. കച്ചവടക്കാരുടെ ഗുഹയായി മാറിയില്ലേ? എവിടെയാ ഒരു ക്രൈസ്തവന് സ്വാതന്ത്ര്യമുള്ളത്? അബ്ബാ പിതാവേ എന്ന് വാഗൊണ്ട് പറയുന്നതല്ലാതെ ഒരു പുത്രത്വത്തിൻ്റെ ധൈര്യത്തിൽ അടുത്ത് ചെന്ന് പിതാവിനോട് നേരിട്ട് തൻ്റെ വിഷയങ്ങൾ പറഞ്ഞ് എനിക്കും പിതാവിനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല എന്ന ബോധ്യത്തോടു കൂടി നിന്ന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് തൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്? ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? വിഗ്രഹത്തിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, പക്ഷേ അതനങ്ങുന്നില്ല. അതിനെ സേവിക്കുന്നവരും അങ്ങനെ തന്നെ. എന്നൊക്കെ വിഗ്രഹത്തിന് യാതൊരു ശക്തിയുമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അതിന് കണ്ണും മൂക്കും നാക്കും ഒക്കെ കാണാം, പക്ഷേ അതിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അതിനെ സേവിക്കുന്നവരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ വിഗ്രഹത്തിൻ്റെ പോരാട്ടമാണ്, അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പോരാട്ടമാണ്, ആ വിഗ്രഹാരാധികളുടെ പോരാട്ടമാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നു ഉപദേഷ്ടാക്കന്മാർ. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് കർത്താവ് പറയുന്നു. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിൽ ഞാൻ പോയി കിടക്ക വിരിച്ചാലും അവിടെയും നിൻ്റെ സാന്നിധ്യം എനിക്കുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു.
പക്ഷേ ഇവിടെ പറയുന്നു, നീ താമസിക്കുന്നിടത്ത് ഭയങ്കര പോരാണ്, അവിടെ ഭയങ്കര ബന്ധനമാണ്, അവിടെ വിഗ്രഹശക്തികളുടെ പോരാണ്. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? കർത്താവിൻ്റെ മേശയെ പോലും വികലമായി പഠിപ്പിച്ചു. കർത്താവിൻ്റെ മേശയിൽ എന്താണ് കർത്താവ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്? കർത്താവ് പറഞ്ഞത്, ഈ അപ്പവും ഈ വീഞ്ഞും ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പൗലോസ് പറയുന്നത് ഒരു ക്രൂശ് മരണത്തെ ഓർക്കുകയാണെന്ന്. അതായത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്താ ചെയ്തത് എന്നത് സ്മരിക്കുകയാണ് വാസ്തവത്തിൽ മേശയിൽ നടക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ ശരീരങ്ങളെ വിവേചിക്കണം. ഒന്നത് യേശു ക്രിസ്തുവിനെ വിവേചിക്കണം. എൻ്റെ ശരീരവും ഞാൻ വിവേചിക്കണം. വിവേചിച്ചിട്ട് കുറവുള്ളത് കണ്ടാൽ ലോകത്തോട് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് അത് നിന്നെ ബാലശിക്ഷയായി കണക്കാക്കുന്നു. മറ്റൊരിടത്ത് പൗലോസ് പറയുന്നു, നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിയണം. ബലഹീനതകൾ തിരിച്ചറിഞ്ഞാൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വാ. ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയുന്ന നല്ല മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് തന്നെ പാപിക്ക് വേണ്ടിയാണ്. ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ക്രൂശ് മരണം, ഈ ശരീരം എനിക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് അവൻ വരേണ്ടത്. എന്നാൽ വിവേചിക്കാൻ മനസ്സില്ലാതെ ആരും ഇതിലേക്ക് നീട്ടരുത്. വിവേചിച്ചിട്ട് വേണം നീട്ടാൻ. ഇവിടെ എന്താ പഠിപ്പിക്കുക? വിവേചിച്ചിട്ട് കുറവുള്ളത് കണ്ടാൽ പിന്നെ കൈ നീട്ടരുത്, കുഴപ്പമാവുമെന്ന. വിവേചിച്ചിട്ട് കുറവൊന്നുമില്ലെന്ന് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ഉപദേശി ഉൾപ്പെടെ ഉള്ളവർ കർത്തൃമേശ നടത്തുന്നത് എന്ന് ചോദിക്കാൻ ആരുമില്ലാതെ പോയി. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം പെന്തക്കോസ്ത് സഭകളിലും കർത്തൃമേശ സമയത്ത് എന്താ സംഭവിക്കുക? പകുതി പേരും കർത്തൃമേശ എടുക്കത്തില്ല. അവർ പാവം വിവേചിച്ചു, കുറവുണ്ടെന്ന് മനസ്സിലായി, മാറി നിൽക്കുക പേടിച്ചിട്ട്. എന്നിട്ട് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴും അപ്പോഴും മാറി നിൽക്കുക പേടിച്ചിട്ട്. ഇതിനാണോ ക്രൂശിക്കപ്പെട്ടത്? നടത്തുന്ന ഉപദേശിച്ച് വിവേചിച്ചായിരുന്നു സ്വശരീരത്തെ. ലോകത്തോട് അനുരൂപപ്പെട്ട് ലോകമോഹിയായി ജനത്തെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ, ഉയരത്തിലുള്ളത് പഠിപ്പിക്കേണ്ടതിന്, യേശു പഠിപ്പിച്ചത് പഠിപ്പിക്കേണ്ടതിന് അതൊന്നും പഠിപ്പിക്കാൻ സമയമെടുക്കാതെ എന്തൊക്കെയോ പഠിപ്പിച്ചിട്ട് പിന്നെ അതിനകത്ത് പല തന്ത്രങ്ങളും മെനഞ്ഞ് എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു. എന്നിട്ട് കർത്തൃമേശ എടുക്കുക ഒരു ഭയവും കൂടാതെ. അദ്ദേഹത്തിനൊരു അസുഖവും വരുന്നില്ല. പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ വിശ്വാസി മാറിയിരിക്കുക. വാസ്തവത്തിൽ ക്രൂശ് ആരെയും ശിക്ഷിക്കാൻ വേണ്ടി വന്നതല്ല. വിവേചിക്കാതെ കൈ നീട്ടുന്നവനാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നാണ് ആ ഭാഗത്ത് കൊരിന്ത്യർ ലേഖനം 11 പറയുന്നത്. ഇവിടെ വിവേചിച്ച് കഴിഞ്ഞ് നീ കുറവുണ്ടെന്ന് കണ്ടെത്താൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടത് ദൈവം അത് ബാലശിക്ഷയായി കണക്കാക്കുന്നു എന്ന് പഠിപ്പിക്കുന്നത്. അപ്പം കർത്താവിൻ്റെ മേശയെ പോലും വികലമായി പഠിപ്പിക്കുക. ഒരപ്പത്തിൻ്റെ അംശങ്ങൾ എന്ന് പറയുമ്പോൾ പാനപാത്രം തന്നെ ഇന്ന് കൊച്ചു ഔൺസ് ഗ്ലാസ്സാണ്. കാരണം രോഗം വരും. വിവേചിക്കാതെ ഇതിൽ കൈനീട്ടുമ്പോഴാണ് രോഗിയായി തീരുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഈ പാനപാത്രം നീ ചുണ്ടത്ത് വെച്ച പാനപാത്രം അല്ലെങ്കിൽ മറ്റൊരാൾ ചുണ്ടത്ത് വെച്ച പാനപാത്രം നീ ചുണ്ടത്ത് വെക്കുന്നതുകൊണ്ട് നിനക്ക് രോഗം വരുമെന്നല്ല പറഞ്ഞത്. അത് പേടിച്ചിട്ട് കുഞ്ഞു ഔൺസ് ഗ്ലാസ് ആക്കിയിരിക്കുകയാണ്. കർത്തൃമേശ പോലും കർത്താവ് കാട്ടിയവനുസരിച്ച് വേറൊരു കൂട്ടർ ഇത് പെസഹ അത്താഴത്തിൻ്റെ ദിവസമായതുകൊണ്ട് രാത്രിയിലെ നടത്താവൂ എന്ന് പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ട്. വേറൊരു ഉപദേശിമാർ അങ്ങനെയല്ല, ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നടത്തിയെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഉപദേശിമാരുണ്ട്. വാസ്തവത്തിൽ ഇതിൻ്റെ അന്തസത്ത എന്താണ്? ഇതിൻ്റെ അർത്ഥം കർത്താവ് തന്നെ വളരെ വ്യക്തമായി, പൗലോസ് തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് അതൊരു ചടങ്ങാക്കി കളഞ്ഞു, അതൊരാചാരമാക്കി കളഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? സുവിശേഷം തന്നെ തെറ്റായി പഠിപ്പിച്ച തത്വജ്ഞാനവും വെറും വഞ്ചനയും കുത്തി നിറച്ച് സുവിശേഷത്തിൻ്റെ തേജസ് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് സുവിശേഷ പ്രസംഗകനെന്നും പറഞ്ഞ് സുവിശേഷം തന്നെ വഴിതെറ്റിച്ച് കളഞ്ഞവർ. അതിനുശേഷമോ സ്നാനം, ശരിയായ നിലയിൽ സ്നാനം പഠിപ്പിക്കാതെ പോകുന്ന പെന്തക്കോസ്ത് സമൂഹം ഉൾപ്പെടെയുള്ളവർ, സ്നാനം പോലും തെറ്റായി പഠിപ്പിക്കുന്നവർ. കർത്താവ് സ്നാനപ്പെട്ടവരെ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാതിരിക്കുന്നവർ, ഉപദേശത്തിനകത്ത് ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കാതിരിക്കുന്നവർ, പ്രാർത്ഥിക്കേണ്ടത് എന്താണ്, എന്ത് പ്രാർത്ഥിക്കരുത്, എന്ത് പ്രാർത്ഥിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കാതെ പോകുന്നവർ, കർത്തൃമേശയെ വികലമാക്കി പഠിപ്പിക്കുന്നവർ, പ്രവചനത്തെ തെറ്റായി പഠിപ്പിക്കുന്നവർ, അന്യഭാഷാപരത്തെ തെറ്റായി പഠിപ്പിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നവർ ഓരോന്നും പഠിപ്പിക്കുമ്പോൾ തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്നതെന്ന് പരിശോധിക്കാൻ മനസ്സില്ലാതെ പോകുന്ന വിശ്വാസികൾ.
ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? ഈ മാർഗത്തെ വികലമാക്കി കളയുന്നത് ആരാണ്? അതുകൊണ്ട് ഇന്നു മുതൽ ഞാനൊരിക്കലും ക്രൂശിൻ്റെ ശത്രുവായി തീരരുതേ എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ അങ്ങ് എന്തു പഠിപ്പിച്ചിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ഞാൻ അനുസരിക്കുകയും അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുകയും അനുസരിക്കുകയും മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തി തന്നെ പോകും എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തിരുവെഴുത്തിൽ ഏത് ഉപദേശം സുവിശേഷമാണോ? എന്താണ് സുവിശേഷം? ജീവനും അക്ഷയതയും അതിൽ വെളിപ്പെടുന്നുണ്ടോ? സുവിശേഷം സകല മനുഷ്യരെയും ഒരു ശരീരമാക്കി തീർക്കുക എന്നുള്ള ദൈവിക പദ്ധതിയാണ് എന്നുള്ള സത്യം ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? ഞാനത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ കൂടെയുള്ളവർ എന്നോടൊപ്പം അങ്ങനെയാണോ? ഞാൻ അവരെ അങ്ങനെയാണോ കാണുന്നത്? എന്നിട്ട് ഞാൻ ആ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ ആ സുവിശേഷം എത്തിയിട്ടുണ്ട്, ജീവിതത്തിലൂടെയാണ് ഈ സുവിശേഷം വെളിപ്പെടുത്തേണ്ടത്, എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിൻ്റെ ശത്രുക്കളാകും. ഈ മാർഗത്തിൻ്റെ വികലമാക്കി വഴിയടച്ചു കളയുന്നവരാകും. അനേകരെ കടലും കരയും കടന്ന് ചെന്ന് മതത്തിൽ ചേർത്തിട്ട് തങ്ങളെക്കാൾ നാശയോഗ്യരാക്കുന്നവർ എന്ന് തിരുവെഴുത്ത് പറയുന്ന ആ ഗണത്തിൽപ്പെടാനിടയാകും. സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ തിരുവെഴുത്ത് പറയും പ്രകാരം തന്നെയാണോ? അതോ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് സ്നാനം പഠിപ്പിക്കുന്ന രീതിയാണോ നമ്മൾ അവലംബിക്കുന്നത്? കർത്തൃമേശയിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെയാണോ കർത്താവിൻ്റെ മേശയിലുള്ള പങ്കാളിത്തം നമ്മൾ അനുഭവിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുമ്പോൾ പ്രകാരമുള്ള ബോധ്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആർക്കും വിരോധവും പ്രയാസവും തോന്നരുത്. ഒരു കാരണവശാലും നാം ക്രൂശിൻ്റെ ശത്രുക്കളായി മാറരുത്. സുവിശേഷ വിരോധികളായി നിൽക്കുന്ന, സുവിശേഷത്തെ എതിർക്കുന്ന, സുവിശേഷകരെ കാണുമ്പോൾ വാളും പരിചയും ബോംബും ഒക്കെ ആയിട്ട് വന്ന് നിന്നെ കൊന്നുകളമെന്ന് പറഞ്ഞ് നമ്മളെ വെട്ടിക്കൊല്ലാൻ തയ്യാറാകുന്ന ആളുകളെ ക്രൂശിൻ്റെ ശത്രുക്കളായി കാണുകയും അരുത്. അവരല്ല നമ്മുടെ ശത്രുക്കൾ. അവരുണ്ടാകട്ടെ, അത് നല്ലതാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ആകാത്ത വേലക്കാരെ, വിച്ഛേദനക്കാരെ. മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവരെ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ പ്രവേശിപ്പാൻ ഇരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യരായി എണ്ണുന്നു എന്നുള്ള ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയുടെ അടയാളമാണെന്നാണ്. അതായത് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നല്ലോ, ആ ദൈവരാജ്യത്തിന് നിന്നെ യോഗ്യനാക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ പലരും പഠിപ്പിക്കുന്നു കഷ്ടം ബന്ധനമാണ്, കൂടോത്രമാണ്, ശത്രുവിൻ്റെ പോരാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കണം. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവ് തന്നെ പൗലോസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇപ്പം കൃപ ലഭിച്ചവനായി പൗലോസ് പറയുകയാണ്, അവൻ്റെ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ, അവൻ്റെ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ഞെരുക്കം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു, കഷ്ടം സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കഷ്ടത്തെ ഇഷ്ടപ്പെടുത്തുന്നതാണ്, ഞെരുക്കത്തെ സന്തോഷത്തോടെ സഹിപ്പിക്കുന്നതാണ്. മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ 8 പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: മക്കതോനിയ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെന്ന് പറഞ്ഞ കഷ്ടത എന്ന കഠിന ശോധനയിലും സന്തോഷം സമൃദ്ധിയോടെ ആസ്വദിച്ചു. മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കൊടുക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു. പക്ഷെ ഇവിടെ കഷ്ടത ശാപമാണ്, ബന്ധനമാണ്. അത് ഒഴിഞ്ഞു മാറണം, പ്രാർത്ഥിച്ച് വിടുതലേറ്റെടുക്കണം. ഇതിന് കഷ്ടത്തിലാണോ ഞെരുക്കത്തിലാണോ, വരുവീൻ വിടുതലേറ്റെടുപ്പീൻ, ഇന്ന് വിടുതലിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ജനത്തെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ശുശ്രൂഷകന്മാർ. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? പ്രിയപ്പെട്ടവരെ, ഈ നിലവാരത്തിൽ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്തയെ മറച്ചു വെച്ചിട്ട് ലോകമനുഷ്യൻ്റെ മനോവികാരത്തിൽ അവനെ തളച്ചു നിർത്തി ഒരു ലോകമനുഷ്യൻ അവൻ ദൈവമെന്ന് അവൻ്റെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളിലേക്ക് അവൻ ആശ്രയിക്കുമ്പോൾ എന്തൊക്കെയാണോ അവൻ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണോ അവൻ മോഹിക്കുന്നത്, അതേ നിലവാരത്തിൽ ഈ മനുഷ്യവർഗത്തെ, ഈ ക്രൈസ്തവ കൂട്ടരെ തളച്ചിടുവാൻ തക്കവണ്ണം ഉപദേശങ്ങളെ തന്ത്രപരമായി വളരെ തത്വജ്ഞാനത്തോടെ തന്നെ വളച്ചൊടിച്ച് പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ. അവരാകാത്ത വേലക്കാരാണ്, അവരെ സൂക്ഷിക്കണം. യൂദാ അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പ്രധാന ദൂതനായ മീഖായേൽ പോലും മോശയുടെ ശരീരത്തിനു വേണ്ടി വാദിക്കുമ്പോൾ ദൈവം ഒരു വാക്കുപോലും ദൂഷണവിധി ഉച്ചരിക്കാതെ ദൈവം നിന്നെ ഭർസിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ ദുരുപദേഷ്ടാക്കന്മാരോ അവരറിയാത്തതിനെ എല്ലാം കയറി ഭർസിക്കുന്നു.
തൊടുന്നതിന് പിടിക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ. ഒരു പനി വന്നാൽ പനിയിട്ട് പോരാടുന്ന അന്ധകാര ശക്തി യേശുവിൻ്റെ നാമത്തിൽ പോ. പ്രധാന ദൂതനായ മീഖായേൽ പോലും മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ പിശാചിനോട് ദൈവം നിന്നെ ഭർഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇവരോ എന്ത് കാരണത്താൽ ഈ അസുഖം വന്നതെന്ന് പോലും അന്വേഷിക്കാൻ നിൽക്കാതെ പോ സാത്താനെ എന്ന് പറഞ്ഞ് ശാസിക്കുക. ആരാ ദുരുപദേഷ്ടാക്കന്മാർ? നിങ്ങളുടെ ഇടയിൽ രണ്ടുരുചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, നിങ്ങളുടെ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നുഴഞ്ഞു കയറിയ കള്ള ഉപദേഷ്ടാക്കന്മാർ. യൂദാപ്പസ്വലം വളരെ കൃത്യമായി ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിനോട് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇതിനെയാണ് ആരാധന, ബുദ്ധിയുള്ള ആരാധനയെന്ന് അപ്പസ്വലം പഠിപ്പിക്കുന്നത്. ഇന്നെന്താ പഠിപ്പിക്കുന്നത്? ആരാധിച്ചാട്ട്. ആരാധന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങൾ വേദോത്സവമൊക്കെ താത്തു വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വേദോത്സവമൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചാട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി കിടത്തിയാട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഇനി നമുക്ക് ആരാധിക്കാം. എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അവർ തുള്ളിച്ചാടാൻ പോവാണ്, നൃത്തം ചവിട്ടാൻ പോവാണ്, മേലുകീഴ് ചാടാൻ പോവാണ്. അതാണോ ആരാധന? നൃത്തം ചവിട്ടണ്ടെന്നോ കൈകൊട്ടണ്ടെന്നോ പാട്ടുപാടണ്ടെന്നോ ഒന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അതാണ് ആരാധനയെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബഹളം വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലിൻ്റെ ആരാധകർ ആലറി വിളിച്ചതുപോലെ ഇവർ അലറി വിളിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കേണ്ടതിനാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ അപ്പസ്വലന്മാർ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്നിട്ട് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചുവോ എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ അന്വേഷിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞവർ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിൻ്റെ മഹത്വത്തെ അല്ലേ? യേശു ക്രിസ്തുവിനോട് പിശാച് തന്നെ പറഞ്ഞു, ഈ കാണുന്ന സകല മഹത്വവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നത് ഞാൻ നിനക്ക് തരാം. പിശാച് ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങളല്ലേ ഞാൻ യേശുവിലായതിൻ്റെ പേരിൽ, ഞാൻ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ, ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, ഞാൻ പെന്തക്കോസ്തിൽ ചേർന്നതിൻ്റെ പേരിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ എനിക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞ് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണോ ക്രിസ്തുവിൻ്റെ മഹത്വം? യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ശുശ്രൂഷ ചെയ്യിക്കാനല്ല വന്നത്, ചെയ്യാനും അനേകർക്ക് വേണ്ടി എൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കാനുമാണ്. കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങളിൽ മുമ്പനാകാൻ ആഗ്രഹിക്കുന്നവൻ പിമ്പനായിരിക്കട്ടെ. മറ്റൊരിടത്ത് കർത്താവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവ സ്വരൂപത്തിലിരുന്നവൻ അവിടെ വിട്ട് ദാസരൂപമെടുത്തുന്ന, താഴേക്ക് ഇറങ്ങി വന്ന് ദാസരൂപമെടുത്തു, ശിഷ്യന്മാരുടെ കാല് കഴുകി. രാജാവായിരുന്നു, അവൻ ഇടയനായി തീർന്നു, ആട്ടിടയനായി തീർന്നു, ദാസനായി തീർന്നു. ആ മഹത്വം പ്രാപിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. നമ്മൾ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താ ഇപ്പം നമ്മുടെ സാക്ഷ്യം? ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, വെറും ആടിനെ തീറ്റി നടക്കുന്നവനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ ദേശത്തെ രാജാവിനെ പോലെ ജീവിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാക്കി കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഈ ക്രിസ്തുവിൻ്റെ തേജസ്സും മാർഗത്തെയും വളരെ തെറ്റായ നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് വ്യാഖ്യാനിച്ച് ക്രിസ്തീയ മഹത്വത്തെ തന്നെ ഇല്ലാതാക്കി. എന്തിനേറെ ഇന്ന് ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുന്നവർക്ക് മരിക്കാൻ ഭയമാണ്, ലോകം വിട്ടുപോകാൻ ഭയമാണ്. അവനെ ഉപദ്രവിക്കുകയോ അവനെ ആക്ഷേപിക്കുകയോ അവനെ പരിഹസിക്കുകയോ ആരെങ്കിലും ചെയ്താൽ അവരോട് ഇവന് ഭയങ്കര സങ്കടമാണ്. അവരെ സ്നേഹിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് അവൻ അകന്നുപോകുന്നു. ക്രിസ്തുവിൻ്റെ മാർഗം ഇതാണോ? ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ സാക്ഷ്യം ലോകത്തിൻ്റെ കുത്തുകാഴ്ചയായി ഞങ്ങൾ പോയാലും, ഞങ്ങൾ വീണ് കിടന്നാലും ഞങ്ങൾ ശക്തിയുള്ളവരായി തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ചേരാനാണ് ഏറെ ഇഷ്ടം. ഞങ്ങൾ മരണത്തെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്കിവിടെ ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഞങ്ങളുടെ സ്വരാജ്യത്തിലേക്ക് പോകുവാൻ. ഇവിടെ ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. ഇങ്ങനെയൊക്കെയാണ് അപ്പസ്തോലന്മാർ, യേശുവിനെ അറിഞ്ഞ വിശുദ്ധന്മാർ വിശുദ്ധ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുകളുടെ ഉറപ്പ് നിമിത്തം അവരവരുടെ സ്വത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ്? ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ, ആരെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചാൽ, ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ സകല സന്തോഷവും കെടുകയാണ്.
കാരണം സ്വർഗത്തിൽ സകലതുമുണ്ട് എന്ന ഉറപ്പ് തന്നെ അവർക്കില്ല. അവർക്കുള്ളതൊക്കെ ഇവിടെയാണ്. ആ ഒരു നിലവാരത്തിലേക്ക് ക്രൈസ്തവ സമൂഹം മാറി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന, കർത്താവ് തന്നെ പറഞ്ഞു, തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയായാൽ എൻ്റെ ജനം തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങൾ ശാന്തമായി വായിച്ച് മനസ്സിലാക്കുക. പഠിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. അവർ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. നിങ്ങൾ സ്വയം പഠിക്കുക, സ്വയം വായിക്കുക, ധ്യാനിക്കുക. എന്നിട്ട് അവർ നിങ്ങളെ നടത്തിയ വിശുദ്ധന്മാരെ, അപ്പസ്തോലന്മാരുടെ ജീവാവസാനം എങ്ങനെയായിരുന്നു എന്ന് ഓർത്തു നോക്കുക. അത് കൃത്യമായി കാണിച്ചു തരുവാൻ മാതൃകയുള്ള ശുശ്രൂഷകന്മാർ നമുക്കിടയിലില്ല. അതുകൊണ്ട് നിങ്ങൾ വേലക്കാർക്ക് വേണ്ടി ഒന്നാമത് പ്രാർത്ഥിക്കണം. 2, നിങ്ങൾ സ്വയം അതിനുവേണ്ടി തയ്യാറാകണം. നിങ്ങൾ ഈ പുസ്തകത്തിലുടനീളം പരിശോധിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾക്ക് ആ നിലവാരത്തിലാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി? യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് എത്ര വർഷമായി? ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടുന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾ വേദപുസ്തകവും എടുത്ത് മുടങ്ങാതെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പക്ഷേ ഈ മഹത്വം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, കുഴപ്പം എവിടെയാണെന്നറിയാമോ? സുവിശേഷത്തെ ഉപദ്രവിക്കാൻ, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വാളും പരിചയും തോക്കും ബോംബുമൊക്കെ ആയിട്ട് വരുന്ന സുവിശേഷ വിരോധികളല്ല ഈ സ്ഥിതിയിൽ നമ്മളെ ആക്കി തീർത്തത്. ഒരു ഇതര മതസ്ഥരും മതതീവ്രവാദികളുമല്ല നമ്മളെ ഇന്ന് ഈ നിലവാരത്തിലാക്കി തീർത്തത്. അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണ്. അവരുടെ ഭീഷണിക്ക് മുമ്പിൽ, അവരുടെ ഉപദ്രവത്തിന് മുമ്പിൽ നമ്മുടെ പിതാക്കന്മാർ അനേകർ രക്തസാക്ഷികളാക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതൊന്നും ഈ തേജസ്സിനെ മറച്ചു കളഞ്ഞിട്ടില്ല, നമ്മുടെ വഴിയെ തെറ്റിച്ച് കളഞ്ഞിട്ടില്ല, നമ്മളെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചിട്ടില്ല. യഥാർത്ഥ പാതയിൽ ഒരു ദിവസമേ ജീവിക്കാൻ പറ്റുള്ളെങ്കിലും അതിൽ തന്നെ ജീവിച്ചു പോകാൻ നമ്മുടെ പിതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഉപദ്രവം ഏറ്റവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നവുമില്ല, സുഭിക്ഷ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാ സാഹചര്യവും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ക്രിസ്തുവിൻ്റെ മാർഗത്തിലോ? ആരൊക്കെയോ നമ്മളെ വഴിതെറ്റിച്ചു. ആരാണവർ? അവരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ. ക്രിസ്തുവിൻ്റെ തേജസ്, ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മളിലൂടെ ലോകം കാണുന്നതേയില്ല. ലോകം കാണുന്നത് നമ്മളിലൂടെ ലോകത്തിൻ്റെ ശ്രേഷ്ഠതകൾ, ലോകത്തിൻ്റെ ഉന്നതികളാണ്. നമ്മളെ ആ നിലവാരത്തിലേക്ക് തളച്ചു കളഞ്ഞു. നാം അറിയാതെ നമ്മെ ആ നിലയിലേക്ക് വഴിതെറ്റിച്ചു കളഞ്ഞു. വീതിയും വിശാലവും സുഭിക്ഷതയുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാൻ മാത്രം ഇഷ്ടപ്പെടുന്ന, ആ വഴികളിലെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും വേണ്ടി അഹോരാത്രം പ്രാർത്ഥിക്കുന്ന, കർത്താവിനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മളാക്കപ്പെട്ടു. ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ, നീ ദൈവത്തിന് വേണ്ടിയാണോ അതോ ദൈവം നിനക്ക് വേണ്ടിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മിക്ക കുട്ടികളും പറയും, ദൈവം എനിക്ക് വേണ്ടിയിട്ടാണ്, ദൈവം എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പല ഉപദേശിമാരും അങ്ങനെ പറയുന്നത്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നു. ഇങ്ങനെ പലരും പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് വേണ്ടിയാണോ? നാം ദൈവത്തിന് വേണ്ടിയാണോ? നാം ദൈവത്തിനുള്ളവരാകേണ്ടതിനല്ലേ? ഇന്ന് നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ശബ്ദം കേൾക്കാനില്ല. ദൈവം ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്ന ശബ്ദമാണുള്ളത്. വാക്കുകളെ ചുരുക്കട്ടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന് വേണ്ടിയിട്ടാണ്, കർത്താവിന് വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ വീണ്ടെടുത്തത്. അവനോടനുരൂപപ്പെട്ട് അവനോടൊപ്പം ഇരിക്കുവാൻ, അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനോട് ചേർന്നിരിക്കേണ്ടതിന്. പക്ഷെ നാം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും ഒത്തവണ്ണം കർത്താവ് നമ്മളോട് ചേർന്ന് വരേണ്ടതിനാണ് നാം കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ആ നിലവാരത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കളഞ്ഞു. ആരാണെന്നറിയണ്ടേ? ആരാണോ അവർ തന്നെയാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ. നിങ്ങളിനി ചിന്തിക്കുക, എന്തു വേണം? ആ കൃപാവരങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അപ്പോസ്തലന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ വാക്കിനാലും ലേഖനത്തിനാലും എഴുതി തന്നത് നിങ്ങൾ മുറുകെ പഠിപ്പിക്കണം. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവരുടെ അടുക്കൽ നിങ്ങൾ അകന്നു മാറണം എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 13, 14 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കൃപാവരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ കൃപാവരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നു, എല്ലാവർക്കും എല്ലാ കൃപാവരവും കിട്ടണമെന്നില്ല. ചിലർക്ക് അന്യഭാഷാപരമായിരിക്കാം, ചിലർക്ക് രോഗശാന്തിപരമായിരിക്കാം, ചിലർക്ക് പ്രവചനപരമായിരിക്കാം. പക്ഷെ ഇവിടെ അന്യഭാഷ കിട്ടിയില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അന്യഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന അടയാളമാകൂ എന്ന് പറഞ്ഞ് തെറ്റായി പഠിപ്പിക്കുന്നൊരു കൂട്ടർ. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അന്യഭാഷ പോലും പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, അന്യഭാഷ നിങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ സഭ കൂടിയിരിക്കുന്നവർക്കത് പ്രയോജനമുണ്ടാകണം.
പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കപ്പെടണം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പൗലോസ് തന്നെ പറയുന്നു, ഞാൻ അതുകൊണ്ട് സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിയിൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്ന ഭാഗമുണ്ട്. പൗലോസ് പറയുന്നത്, ഇനി അന്യഭാഷയിൽ സംസാരിക്കുന്നവന് വ്യാഖ്യാനിക്കണം. അവന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾ വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനം അതിന് നടക്കുന്നില്ലെങ്കിൽ അവൻ മിണ്ടരുത്. അതുമാത്രമല്ല, അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അതൊരു 3 പേരിൽ കൂടുതൽ വേണ്ട. ഇനി 3 പേര് ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓരോരുത്തരായിട്ടേ ആകാവൂ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചിട്ട് എല്ലാവരെ കൊണ്ട് അന്യഭാഷയിൽ സംസാരിപ്പിക്കുക. വചനത്തിന് വിരുദ്ധമല്ലേ അത്? വ്യാഖ്യാനവുമില്ല, ഒന്നുമില്ല. കുറേ സമയം അങ്ങനെ കളഞ്ഞു. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? ജനത്തെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്ന ആരാണെന്ന് ശ്രദ്ധിക്കുക. സ്നേഹമില്ല എങ്കിൽ, സ്നേഹമാണ് ഏറ്റവും വലുത്, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. കൂട്ടു സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ മനസ്സലിവ് കാണിച്ച് സ്നേഹിക്കണം എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുമ്പോൾ, കൂട്ടു സഹോദരൻ മുട്ടുള്ളവനായി തന്നെ ഇരിക്കുകയും സമ്പന്നനായി പിന്നെയും സമ്പന്നനായി പോവുകയും ചെയ്യുന്നു. ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പറയൂ, ആരാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ? ഈ മാർഗത്തെ ദുഷിപ്പിച്ചത് ആരാണ്?